ആ വെള്ളം മാത്രം കൊണ്ട് അത് കൊണ്ടുവന്നില്ല. അത് കുടുന്നുണ്ടായിരുന്നു ഈ അടുപ്പില്. അതിന്റെ ഇല്ല അതൊക്കെ എടുത്തു. അതല്ലേ കിടക്കണേ. ബ്ലോഗർ കൂട്ടൻ ഗൈസ്. അപ്പോൾ നമ്മൾ സൺഡേ ആയിട്ട് കുറച്ച് കുക്കിംഗ് പരിപാടിയാണ്. നമ്മുടെ ഷാണ്ടച്ചാനുണ്ട്, കാച്ചപ്പനുണ്ട്, പിന്നെ അനുവേണുണ്ട്. ഇവരൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ കാച്ചപ്പൻ, നമ്മുടെ ടർക്കി കോഴി. ടർക്കി അല്ല തുർക്കി. ഇന്ന് ഞങ്ങൾ ടർക്കി കോഴിയാണ് സ്പെഷ്യൽ അടിക്കാൻ പോണേ. 1-ാം തീയതി ടർക്കി കോഴീനെ കഴിക്കാന്ന് വിചാരിച്ചത്. വർഷങ്ങളായി ഞങ്ങൾ ടർക്കി കോഴി ഞങ്ങളിവിടെ ഒരു ചെറിയൊരു കുക്കിംഗ് നടത്തിയത്. അപ്പൊ അതിന്റെ ഒരു ഓർമ്മയില് വല്ലപ്പോഴൊക്കെ ഞങ്ങൾ വരാറുള്ളൂ തോട്ടത്തിലോട്ട്. ആഴ്ചയിൽ 7 ദിവസം, അല്ല മാസത്തില് 2 ദിവസം. നമ്മുടെ മെയിൻ കുക്കർ നമ്മുടെ ഇന്ന് എന്തായാലും ടർക്കി കോഴി ഇന്ന് വറുത്തടിക്കാൻ വേണം. അപ്പൊ ആർക്കെങ്കിലൊക്കെ വരാൻ താല്പര്യം തോട്ടത്തിലേക്ക് വരാം. തോട്ടത്തിലുണ്ടാവും ഞങ്ങള്. അതൊക്കെ പിടിച്ചോളും. ഇവനൊക്കെ ജീവനോടെ ഉഷാറോടെ സാധനത്തിനാണ്. ഞാനാണ് അടുപ്പത്തിക്കണത്. എന്നെ അവരാ ഈ പൊതമ്പ് വെച്ചു കൊടുക്കും. പൊതമ്പ് നമുക്കേറെ തള്ളി ചട്ടി അപ്പുറത്തേക്ക് വച്ചിടാൻ വേണ്ടിട്ട് കണ്ടാണ് അത്. നമ്മള് നമ്മുടെ ചേട്ടൻ വർഷങ്ങളായി കുക്കിംഗ് തുടങ്ങിയിട്ട്. അപ്പൊ ചേട്ടൻ കഥകളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ സന്തോഷവും പറ. ഞങ്ങൾ ഇതുപോലെ ഇവിടെ പണ്ട് മീൻ പൊള്ളിക്കല് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. ഞങ്ങൾ ആദ്യം സ്റ്റൗ ചട്ടി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വരാത്ത കാരണം അതൊക്കെ എടുത്ത് കാട്ടിക്കളഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിവിടെ ഇടയ്ക്ക് വരുമായിരുന്നു. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിക്കും, ഭക്ഷണം ഉണ്ടാക്കും. അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാച്ചു ഇവിടെ ഉണ്ട്. കാച്ചു വരും, നല്ലൊരു കുക്കാണ്. അപ്പോൾ അതേ നമ്മുടെ ചേട്ടൻ എണ്ണ ഒഴിക്കാണ്. ഗൈസ്, അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കാണ് നമ്മുടെ ടർക്കി കോഴി. ഒരു നമ്മുടെ കുക്ക് പറഞ്ഞത് ഒരു 1/2 മണിക്കൂർ എടുക്കുന്ന ശരിയായിട്ട് പിടിക്കാനായിട്ട്. ചേട്ടൻ്റെ അനുഭവം എന്താ നമ്മുടെ ഈ എസ്റ്റേറ്റിനെ കുറിച്ച്? നമ്മുടെ എസ്റ്റേറ്റിൽ പേര് വീണത് എങ്ങനെയാണെന്നറിയാമോ? അറിയില്ല. അത് നമ്മള് ഈ നമ്മുടെ സ്വിഗ്ഗി അങ്ങനെയുള്ള ഇതില്ലേ, അതിൽ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഈ സ്ഥലത്തിന് ഒരു പേരില്ല. അപ്പൊ അങ്ങനെ നമ്മളായിട്ട് തന്നെ ഗൂഗിളിൽ ഒരു പേരിട്ട് വെച്ചു, സെറ്റ് ചെയ്ത് വെച്ചു, എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഇവിടേക്ക് വരണം എന്നുണ്ടെങ്കിൽ സ്ഥലം പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു പേര് വേണമല്ലോ, എസ്റ്റേറ്റ്. ഇതൊന്നും നല്ല ഇതാണല്ലോ, വലിയ ഏക്കർ കണക്കിന് കിടക്കുന്ന സ്ഥലമാണ്. ഇത് നമ്മുടെ പഴയ ഒരു പാടങ്ങളായിരുന്നു. പാടം, കൃഷി, നെൽവയൽ ഭൂമിയായിരുന്നത്. അപ്പോൾ അതിൽ അന്ന് കൃഷി, മീൻപിടുത്തം കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് നടന്ന് പണ്ടത്തെ കാലത്ത് 10-20 വർഷം മുമ്പ് നടന്ന ഓരോ കാര്യങ്ങളാണ്. അതിനുശേഷം ഇതൊക്കെ ഇപ്പം മണ്ണൊക്കെ അടിച്ച് ഇതിപ്പോ ഒക്കെ നികത്തി വന്നു കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇവിടെ ഒരു ഓർമ്മ ഒതുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരും. ഓക്കെ. തനതായ ശൈലിയിലാണ് വറുത്തെടുക്കുന്നത്. അതെ, വറക്കാൻ തുടങ്ങി. പോയിട്ടോ ഒന്ന് കഴുകിട്ട് വെക്കുവാണെങ്കിൽ ആ വെള്ളം ഒഴിക്കണ്ട, ബക്കറ്റിൽ നിന്ന് എടുത്ത് വെള്ളം ഒഴിച്ച് നോക്കി. എടാ നല്ല വെള്ളം എടുത്ത് ഒഴിച്ച് കഴിവില്ലടാ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വെള്ളം ടാപ്പിലുണ്ടാവുന്നു. കുഴപ്പമില്ല. അതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ടർക്കി കോഴി അടുപ്പി കയറി ഗൈസ്. അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തയിലേക്ക് കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ കുക്ക് എടുക്കാൻ പോയേക്കാണ്. അപ്പോൾ കയ്യിലായി.
ആയിരത്തി കവലയാ എന്നാ അവിടെ വരുമ്പോ ഒരു കള്ളു പിടിച്ചു 1 ലിറ്റർ കള്ളു പിടിച്ചിട്ട് വരാം അവിടെ ഒരു പൈസ തരാം ആ പന്നിക്കുഴിച്ചാലിന്ന് അവിടെ തരും അതെ അത് മതി നിങ്ങളെല്ലാരും കൂടി എന്നെ മാറ്റി അപ്പൊ ഗൈസ് നമ്മളെ അനുവേണ്ട ബാക്കി കഥയും കൂടി കേൾക്കാം. പറഞ്ഞോ. ബാക്കി കാരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, നമ്മുടെ ഈ ചരിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ പണ്ട് ഇങ്ങനെ നടന്ന് ചെറുപ്പത്തിൽ ഓടി നടന്ന സ്ഥലങ്ങളിലതൊക്കെ ഇവിടെ നമുക്ക് എന്താ പറയുക, നമ്മുടെ മണ്ണിൽ കളിച്ചു നടന്ന ഈ സ്ഥലം ഇതൊക്കെ മണ്ണിട്ട് ഇങ്ങനെ നടക്കണായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടേക്ക് എൻട്രി ഇല്ല എന്നുള്ള രീതിയിലാണ് സ്ഥലം. പക്ഷെ എന്നിരുന്നാലും നമ്മളിവിടെ കയറൊന്നുമില്ല, ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഭക്ഷണം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ച് സമാധാനമായിട്ട് സന്തോഷമായിട്ട് അങ്ങനെ പോകുന്ന ഒരു കാര്യം. സ്കൈലില്ലാത്തവരെ നമ്മൾ തനതായ ശൈലിയിലാണ് വാഴക്കൈ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് പരിപാടികള്. ഇതെല്ലാം നമ്മുടെ മാസ്റ്റർ കുക്ക് ഷാൻഡ ഒരു പൊടിക്കൈയാണ്. പുള്ളി പറയണത് കയ്യിലിനേക്കാളും രുചി വാഴക്കൈ വെച്ചാലാന്നാണ്. ഒരു കയ്യിലല്ല വേറൊരു കയ്യിലുണ്ട്. ഭക്ഷണം വെക്കുന്നവന്റെ കാര്യം ഇവിടെ കയ്യിൽ കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പ്രാകൃതമായ എന്താ അതിനെ പറഞ്ഞ പാരമ്പര്യമായ രീതിയിൽ കാര്യങ്ങൾ. നമ്മുടെ സൗണ്ട് വറക്കണ സൗണ്ട് നമുക്ക് എടുക്കാം കറക്റ്റായിട്ട്. കിട്ടിണ്ടാ ഗൈസ് അപ്പൊ തിളച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ടർക്കി കോഴി. കാര്യം ആദിവാസികൾ ആണെങ്കിലും ആദിവാസി പാരമ്പര്യങ്ങളൊന്നും ഞങ്ങൾ കോഴി റെഡി ആയിട്ടിരിക്കുന്നു. ഇത് ഇവിടെ നല്ല സെറ്റപ്പ് ആയിട്ട് അടുത്ത ദിവസം എല്ലാം നിൽക്കുന്ന ഒട്ടകത്തിന് എടുക്കും. അതിനെ കാണിക്കാതിരുന്നത് ഒട്ടകത്തിന് കാണിച്ചു കൊടുക്കുക. ഞങ്ങളിങ്ങനെ അങ്ങനത്തെ ഒരു കൂട്ടായ്മ കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ടർക്കി കോഴി നോക്കിയാണ്. ഞങ്ങളുടെ ബ്ലോഗർ കുട്ടമ്മൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ മിസ്റ്റർ കുക്ക് കുട്ടെന്ന് പറയാം, പക്ഷെ കുക്ക് ചെയ്യാറില്ല എന്നുള്ളൂ. ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് നിന്ന് അതൊക്കെ ഓശിക്ക് അടിച്ച് എങ്ങനെയൊക്കെ പോകും. അവന് വേറെ എന്താ പേരുണ്ടായിരുന്നല്ലോ, കുട്ടുസുട്ടു. അതല്ല വേറെ ഏതായിരുന്നു ക്യാമറമാന്റെ പേര്? ആദിവാസി ക്യാമറമാനോ? അല്ല, പക്ഷെ ഇവൻ അങ്ങനെയൊന്നല്ല. നമ്മുടെ തോട്ടത്തിൽ വരും. നമ്മൾ ഇതുപോലെ വല്ലപ്പോഴും ഒരു ദിവസം ഇങ്ങനെ ഞായറാഴ്ച ദിവസം കിട്ടുമ്പോൾ നമ്മള് ഇന്ന് 1-ാം തീയതി കൂടിയാണ്, സാധനം ഇല്ലാത്ത ദിവസം. ഞങ്ങൾ അതുകൊണ്ട് ഇന്ന് കുക്ക് ചെയ്തിട്ട് തകർത്ത് പോകാന്ന് വിചാരിച്ചു. ഞങ്ങൾ തകർത്ത് നാടാണ്. ഒരു ടർക്കിനെ മേടിച്ചു. ടർക്കിനെ ഞങ്ങൾ അവിടെ നിന്ന് നന്നാക്കി മേടിച്ച കാരണം ഇവിടെ കാണിച്ചു തരാൻ പറ്റില്ല നിങ്ങളെ നന്നാക്കണ സീനൊന്നും. പിന്നെ ഞങ്ങളത് ഉപ്പും മുളകൊക്കെ തിരുമ്മി നല്ല വാഴയിലയിൽ അതുപോലെ തന്നെ വാഴത്തണ്ട് വെച്ച് തന്നെ ഞങ്ങൾ അതിനെ മറിച്ചിട്ട് നാച്ചുറൽ രീതിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെ ശരിക്കും. പിന്നെ എന്ന് പറഞ്ഞു ഇനിയും കൂട്ടുകാർ വരാണ്ട്, അവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. വന്നു കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ബാലൻസ് സാധനമായിട്ട് ഇരിപ്പുണ്ട്. അതെ അതും കൂടി ഞങ്ങൾ ആദ്യം പെട്ടെന്ന് തീർക്കും. അത് കഴിഞ്ഞിട്ട് അറിയാൻ പാടില്ലെങ്കിൽ അറിയാൻ പാടില്ല. വെള്ളം ഒഴിച്ചിട്ട് മുട്ട വറക്കണ ആൾക്കാരുണ്ട്, അതറിയോ? ഇവര് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കിലോമീറ്റർ വർത്താനം പറഞ്ഞ ഒരുപാട് ചെല്ലാടുള്ളി ഇവിടെ വിളിച്ചു നോക്കണതൊക്കെ പച്ചവെള്ളമായിട്ട് പിന്നെ കഞ്ഞിവെള്ളമായിട്ട് വന്ന് കഞ്ഞിവെള്ളമായിട്ട് നമ്മുടെ പ്രൊപ്പറേറ്റർ രാജേട്ടൻ കാടക്കുഴി മൈരഞ്ചേട്ടൻ മദ്യം എടുത്ത് കൊടുക്കാനല്ല വെള്ളം തരാന്ന് പറഞ്ഞു. വെള്ളം എന്റെ കത്തി എവിടെയാ എനിക്ക് വെള്ളക്കായിരുന്നു. അപ്പൊ അത് എന്തായാലും അത്യാവശ്യം നല്ല കരിക്ക് ഭാഗമുണ്ടാവും. അത് കരിയൂന്ന് നോക്കിയാ കരിയില്ല. ഞായറാഴ്ച പോറണ്ട. പോയി ചെയ്ത് തീർത്തു. എനിക്കറിയാൻ വേണ്ടല്ലേ, ഞാൻ ഇതിന് വിളിക്കുമ്പോ നീ എവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അവൻ വേറെ സൈഡിലായിരിക്കുന്നുണ്ടോ വിചാരിക്കണ. സ്റ്റൗ ഇട്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ ഇല്ലാന്ന്. അത് മറ്റേ ചേട്ടൻ പുള്ളി പരിപാടി കൊണ്ടിട്ട് ഗ്യാസ് തീർത്ത് എത്തിക്കട്ടെ. ഒരു ലക്ഷം എത്തിക്കട്ടെ. ഇത്ര നേരം വെക്കണ്ടെന്ന് പറഞ്ഞത്. കുട്ടം കൊണ്ടിടാമാണ്
ടർക്കിഷ് കോഴി ടേസ്റ്റ് നൈസ്. ഉണക്കി കഴിക്കട്ടെ. അപ്പൊ ഞാനാണ് ഇപ്പൊ എന്നെയാണെങ്കിൽ പണി ഏൽപ്പിച്ചാണ് കുറച്ച് നേരത്തേക്ക്. അവര് കുറച്ച് ബിസി. ഇതൊരു 1 കിലോയുടെ മേലുണ്ടാവും.